ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. ആ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ്. സമരത്തോടനുബന്ധിച്ച് പാർലമെന്റിലേക്ക് മാർച്ച് നടന്നു. അത് അക്രമാസക്തമായി, പോലീസ് അതിക്രമങ്ങളുണ്ടായി, കല്ലേറുണ്ടായി, തീവെപ്പുണ്ടായി. പക്ഷെ നേരത്തെ തന്നെ ഈ സമരം തുടങ്ങിയ സമയത്ത് തന്നെ ഈ സമരപ്പന്തലിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് CPM. അല്ലെങ്കിൽ CPMൻ്റെ യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളൊക്കെ സമരത്തിൽ ഉൾപ്പെട്ടിരുന്നു. അതൊരു അരാഷ്ട്രീയ എന്ന് പറയാവുന്ന ഒരു ഗ്രൂപ്പാണ് സമരം നടത്തുന്നത് എങ്കിലും CPM ഒക്കെ വളരെ സജീവമായിട്ട് പോയിരുന്നു. CPMൻ്റെ നേതാക്കൾ MA ബേബി ആണെങ്കിലും, ബൃന്ദ കാരാട്ടാണെങ്കിലും, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മറ്റ് CPM നേതാക്കളാണെങ്കിലും സമരവേദിയിലൊക്കെ പോയിരുന്നു. ഈ സമരത്തെ അവർ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ സമരത്തിൽ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്നൊരു മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് 1989 വലിയൊരു വിദ്യാർത്ഥി സമരം ചൈനയിൽ നടന്നിരുന്നു. ചൈനയിലെ ടിയാനൻമെൻ ചത്തുരത്തിൽ വലിയൊരു വിദ്യാർത്ഥി സമരം നടന്നു. ഏതാണ്ട് 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെയാണ്. കാരണം ആദ്യം വിദ്യാർത്ഥികൾ വന്നു, പിന്നെ കർഷകരും നാട്ടുകാരൊക്കെ തന്നെ അവിടേക്ക് വന്നു ചേർന്നു. ആ സമരത്തെ അടിച്ചൊതുക്കുകയായിരുന്നു ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്തത്. ഏതാണ്ട് 3000-ഓളം വിദ്യാർത്ഥികളാണ് വെടിവെച്ച് കൊല്ലുകയും പാറ്റൻ ടാങ്ക് വെച്ച് നിരത്തി അവരെ കൊല്ലുകയും ചെയ്തത്. അങ്ങനെ ലോക ചരിത്രത്തിൽ തന്നെ വലിയ ലോകത്തെ രാഷ്ട്രീയ രംഗത്ത് നടുക്കമുണ്ടാക്കിയ, കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു 1989 ഈ ടിയാനൻമെൻ്റെ വിദ്യാർത്ഥി പ്രക്ഷോഭം. അന്ന് ലോകത്ത് ഏതാണ്ട് എല്ലാ സ്ഥലത്തു നിന്നും ഈ അടിച്ചമർത്തലിനെതിരായിട്ടുള്ള വികാരമുണ്ടായി. അതേസമയത്ത് ക്യൂബ തുടങ്ങിയ പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അവരൊക്കെ തന്നെ ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഈ ടിയാനൻമെൻ സ്ക്വയറിലെ കൂട്ടക്കൊലയെ ലോകം മുഴുവൻ അപലപിച്ച സമയത്ത് അതിനെ ന്യായീകരിച്ച ഇന്ത്യയിലെ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അതായത് 1964 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതും വലതുമായിട്ട് പിളരുന്ന സമയത്ത് ആ പിളരുന്നതിൻ്റെ തന്നെ അടിസ്ഥാനം ചൈനയോടുള്ള ആഭിമുഖ്യവും റഷ്യയോടുള്ള ആഭിമുഖ്യവും. റഷ്യൻ ആഭിമുഖ്യമുള്ള പാർട്ടി CPI ആയിട്ട് തുടർന്നു. ചൈനീസ് ആഭിമുഖ്യമുള്ള പാർട്ടി CPIM ആയിട്ട് മാറി. അങ്ങനെ ചൈനയിലെ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ യുവാക്കളെ അടിച്ചമർത്തുകയും അവരെ ടാങ്ക് വെച്ച് കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്ത 3000-ഓളം പേരെ വെടിവെച്ച് കൊന്ന ഈ ഒരു സംഭവത്തെ ന്യായീകരിച്ച പാർട്ടിയാണ് CPM. അവരാണിപ്പോൾ ഇത്തരത്തിൽ ഡൽഹിയിലെ സമരത്തെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് ഒരു വിധിവൈപരീത്യം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ശരിക്കും എന്തിനായിരുന്നു ചൈനയിലെ സമരം? കാരണം ചൈന കുറച്ചൊക്കെ ചൈനയിലെ വിദ്യാർത്ഥികൾക്ക് ലോകത്തിൻ്റെ മറ്റ് പല സ്ഥലത്തേക്കും പോയി, ചൈനയിലെ ആളുകൾ ലോകത്തിൻ്റെ മറ്റ് പല സ്ഥലത്തേക്കും പോയി. ലോകത്ത് വ്യാപാരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നന്നായ രീതിയിൽ നടന്നു. അങ്ങനെ മറ്റ് സ്ഥലത്തൊക്കെ ലിബറലൈസേഷൻ്റെയൊക്കെ ഗുണങ്ങൾ അനുഭവിച്ച ആളുകൾ പിന്നെ പതുക്കെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു തുടങ്ങി. ഒരു എക്കണോമിക് ഫ്രീഡം അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹുയാങ് ഹോ സാങ്, അദ്ദേഹം കുറച്ചൊക്കെ ലിബറലൈസേഷൻ വേണം എന്നുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു. പൊതുവെ ഇപ്പോൾ ചൈന പൂർണ്ണമായിട്ടും അവരുടെ അധികാര കേന്ദ്രീകരണ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കേന്ദ്രീകരണത്തിൽ നിന്ന് എല്ലാം സർക്കാരിൻ്റെ നിയന്ത്രണം എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ലിബറലൈസേഷനിലൊക്കെ കുറേ ചൈനയിൽ ഒരുപാട് സ്വകാര്യ വ്യവസായങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് ചൈന ഇപ്പം നീങ്ങിയിരിക്കുന്നു. പക്ഷെ അന്ന് അതിന് ചൈന തയ്യാറായിരുന്നില്ല. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി പോലും അങ്ങനെ ഒരു നിലപാട് വേണം എന്ന അഭിപ്രായം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തത്. അത് ഒരു 86-87 അങ്ങനെ ഒരു സജീവമായ ആവശ്യം ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ 80-കളിൽ തന്നെ നേരത്തെ ചൈനയും അമേരിക്കയും രണ്ട് തട്ടിലായിരുന്നു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് ആ സമയത്താണ് ചൈന സന്ദർശിക്കുന്നത്. ചൈനയായിട്ടുള്ള അമേരിക്കയുടെ ബന്ധമൊക്കെ വളരെ നന്നായി വരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു പ്രക്ഷോഭം ഉണ്ടാകുന്നത്. അപ്പം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കണം, ജനാധിപത്യം കൂടുതൽ വേണം, അതേപോലെ തന്നെ ലിബറലൈസേഷൻ വേണം എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പാർട്ടിയിലെ അന്നത്തെ നേതൃത്വം അതിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു.
1989 ഏപ്രിൽ 22-ന് അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏപ്രിൽ 20-നോ മറ്റാണ് അദ്ദേഹം മരിക്കുന്നത്. ഏപ്രിൽ 22-നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങ്. ആ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വിദ്യാർത്ഥികളൊക്കെ ടിയാനൻമെൻ സ്ക്വയറിൽ തടിച്ചുകൂടി. അവർ ഇതേ ആവശ്യം, അദ്ദേഹം ഉയർത്തിയ ആവശ്യം ഉയർത്തുകയായിരുന്നു. കാരണം ലോകരംഗത്തൊക്കെ മുഴുവൻ പിന്നെ ലിബറലൈസേഷൻ്റെയൊക്കെ മാറ്റമുണ്ടായ സമയത്ത് തങ്ങൾക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം, അതുപോലെ തന്നെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടുത്തെ അവിടുത്തെ വിദ്യാർത്ഥികൾ സർക്കാരിനെതിരായിട്ട് സമരം ചെയ്തത്. ഒരുപക്ഷെ ഇത് അവിടെ മാത്രമല്ല ഒതുങ്ങി നിന്നത്. ചൈനയുടെ തലസ്ഥാനമായിരുന്നു, അല്ലെങ്കിൽ ബെയ്ജിങ്ങിലെ ടിയാനൻമെൻ സ്ക്വയറിലാണ് കൂടുതൽ ശ്രദ്ധ കിട്ടിയതെന്ന് മാത്രം. ചൈനയിലെ നിരവധി നഗരങ്ങളിൽ ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. തൊട്ട് മുമ്പ് മെയ് മാസത്തിലാണ് ബുഷ് ചൈന സന്ദർശിക്കുന്നത്. ആ സമയത്തും പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു. ഏപ്രിൽ 22 മുതൽ അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭമുണ്ടാകുന്നത് ജൂൺ 1, 2 തീയതികളിലാണ്. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് പേരാണ് അവിടത്തേക്ക് തടിച്ചുകൂടിയത്. ആദ്യം വിദ്യാർത്ഥികളായിരുന്നു വന്നിരുന്നത്. പിന്നീട് കർഷകരും തൊഴിലാളികളൊക്കെ തന്നെ ഇവിടത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അന്ന് ഈ സമരത്തെ അടിച്ചമർത്തണം എന്നുള്ളൊരു നിലപാടായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികളായിട്ട് ചർച്ച നടത്തണമെന്നും അവർക്ക് ജനാധിപത്യ അവകാശങ്ങൾ കുറേയൊക്കെ കൊടുക്കണമെന്നും ആവശ്യപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ തീവ്രവാദികൾക്കാണ് മേധാവിത്വം ലഭിച്ചത്. ഡെങ് സിയാവോപിങ്ങിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള അവർ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ സമയത്ത് പല വിദേശ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഈ വാർത്ത പുറത്തേക്ക് വന്നു. അങ്ങനെയാണ് ചൈനയിലെ ടിയാനൻമെൻ ചത്വരത്തിലെ ഈ കൂട്ടക്കൊല ലോകത്തിന് മുമ്പാകെ അറിയുന്നത്. ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ടായി. ആ സമയത്ത് കേരളത്തിൽ ഇവർക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്ത പാർട്ടിയാണ് CPM. അവരാണിപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചും വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു വസ്തുത.